മദ്യക്കമ്പനി വന്നതുകൊണ്ട് ജലക്ഷാമമോ മലിനീകരണമോ ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ടെന്ന് ഒയാസിസ് കമ്പനി അധികൃതർ. 5 ഏക്കറിൽ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളം മദ്യ ഉൽപാദനത്തിന് മതിയാകും. കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രമേ ജല അതോറിറ്റിയെ സമീപിക്കുകയുള്ളൂവെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ വിമർശനവുമായി പാലക്കാട് രൂപത രംഗത്തെത്തി. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കുമ്പോഴാണ് വിശദീകരണവുമായി ഒയാസിസ് കമ്പനി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. കമ്പനി ആരംഭിച്ചാൽ ജലക്ഷാമവും മലിനീകരണവും ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ടെന്ന് ഒയാസിസ് കമ്പനി അധികൃതർ പറഞ്ഞു. 5 ഏക്കറിൽ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളം മദ്യ ഉൽപാദനത്തിന് മതിയാകും. കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രമേ ജല അതോറിറ്റിയെ സമീപിക്കുകയുള്ളൂ. കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിനു ശേഷം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കും. കമ്പനി 1200 പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്നും ഇതിൽ ആദ്യ മുൻഗണന കമ്പനി ആരംഭിക്കുന്ന എലപ്പുള്ളിയിലെ മണ്ണുകാട് പ്രദേശത്തുള്ളവർക്കായിരിക്കുമെന്നും കമ്പനി പറഞ്ഞു. കൂടാതെ മദ്യനിർമ്മാണത്തിന് അനുമതി നേടാൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ല എന്നും സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായ വിവരങ്ങൾ ഉടൻ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വിമർശനവുമായി പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തി. മദ്യനിർമ്മാണശാല സമൂഹത്തിന് വിപത്തായി മാറും. എലപ്പുള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കമ്പനി വന്നാൽ കർഷകർ പട്ടിണിയിലാകും. മലമ്പുഴ ഡാമിൽ നിന്ന് കഴിഞ്ഞ തവണ കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. മദ്യത്തിന്റെ വിൽപ്പന ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും മദ്യനിർമ്മാണ കമ്പനി ലക്ഷ്യമിടുന്നത് രാസമദ്യ നിർമ്മാണമാണെന്നത് വ്യക്തമാണെന്നും പാലക്കാട് രൂപതാധ്യക്ഷൻ വ്യക്തമാക്കി. ജനം, പാലക്കാട്.